എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അനന്തപുരി തറവാട്ടിലെ എല്ലാവരുടെയും പ്രിയങ്കരിയാകാനാണ് അനാമിക തിരിച്ചെത്തിയിരിക്കുന്നത്. സ്വന്തം അമ്മയും അനിയനെയും തള്ളി പറഞ്ഞുകൊണ്ട് അനന്തപുരി തറവാട്ടിന്റെ വിശ്വസ്തയായി മാറി. പക്ഷേ ആ ചിരിക്കു പിന്നിൽ എല്ലാവരെയും തകർക്കാനുള്ള പക അവള് ഒളിപ്പിച്ചു വെച്ചു. തന്റെ അച്ഛനെ നാട് കടത്തിയവരുടെ കൂടെ നിൽക്കുന്ന മകളെ കണ്ട് ജലജയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. നീ എന്റെ മകളല്ല, അഭി മാത്രമാണ് എന്റെ മകൻ എന്ന് പറഞ്ഞ് ജലജ അവളെ ആട്ടി ഓടിക്കുവാണ്. ആ സമയത്തും അവന്തിക കുലുങ്ങിയില്ല. അമ്മയോടുള്ള ദേഷ്യമല്ല, മറിച്ച് അവളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒതുക്കലാണ് അവളെ മൗനത്തിലാക്കിയത്. മനസ്സിൽ ഇങ്ങനെ കുറിച്ചു: അമ്മേ, ഞാൻ നിങ്ങളുടെ മകൾ തന്നെയാണ്. നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്താൽ നമ്മൾ തോറ്റുപോയ ചരിത്രം അതേ ഉണ്ടായിട്ടുള്ളൂ. സ്നേഹം നടിച്ചുകൊണ്ട് ഞാൻ ഈ അനന്തപുരിയുടെ വേര് അറക്കും. എല്ലാവരെയും പിടിച്ചടക്കി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെയുള്ളവർ എന്നെപ്പറ്റി അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ എല്ലാം പുന്നാര മോളായി ഈ വീട്ടിലേക്ക് വന്നത്. ക്രൂരമായ ഒരു മുഖഭാവത്തോടു അവൾ മനസ്സിൽ അങ്ങനെ പറഞ്ഞു. അവന്തികയുടെ അപ്രതീക്ഷിത മാറ്റം ജലജയെയും അഭിയെയും അമ്പരപ്പിച്ചു കളഞ്ഞു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ടാണ് അവന്തികയുടെ വരവ്. എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു എന്ന് ജലജ പരിഭ്രമിച്ചപ്പോൾ അവളെ വശത്താക്കാൻ പുതിയ തന്ത്രം വേണമെന്ന് അഭി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചോരയാണവൾ, വൈകാതെ തന്നെ നമ്മുടെ പക്ഷത്ത് തന്നെ അവൾ ചേരും. അഭിയുടെ ആ വാക്കുകൾ ജലജയ്ക്ക് പ്രതീക്ഷ ഉണർത്തി. എന്തായാലും മറുവശത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പ്രതീക്ഷയിലായിരുന്നു. ജലജയോടും അഭിയോടും ചേരാത്ത അവന്തിക കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. വിദേശത്തെ പഠനം അവളെ മാന്യതയാക്കിയെന്നും ജലജയിൽ നിന്നും അഭിയിൽ നിന്നുമൊക്കെ അവൾ വേറിട്ടു നിൽക്കുന്നുവെന്നും അവർ ആശ്വസിച്ചു. പിന്നീട് കമ്പനിയുടെ തലപ്പത്തേക്ക് വരണമെന്ന് മുത്തച്ഛൻ നിർദ്ദേശത്തിനു മുന്നിൽ അവന്തിക വിനയം നടിച്ചു. ആദർശേട്ടനുള്ളപ്പോൾ എനിക്ക് എന്തിനാണ് ധൃതി എന്നായിരുന്നു അവളുടെ ചോദ്യം. മുത്തശ്ശന് വിശ്വാസം വർദ്ധിപ്പിച്ചു. അഭി പരാജയപ്പെട്ടെടുത്ത് അനാമിക കമ്പനിയെ നയിക്കുമെന്ന് മുത്തശ്ശൻ സ്വപ്നം കണ്ടു. പക്ഷെ എല്ലാവരെയും ഒരുപോലെ വിശ്വസിപ്പിച്ച് അനന്തപുരിയുടെ അടിവേരിറക്കാൻ തയ്യാറാക്കിയ തിരക്കഥ ആരും അറിഞ്ഞില്ല. സ്നേഹം വെറും ആയുധമാണെന്നും ഇത് മാത്രമായിരുന്നു അനാമികയ്ക്ക്. എല്ലാവരോടും മാന്യമായ പെരുമാറ്റം മുത്തശ്ശിയെ വല്ലാതെ സന്തോഷപ്പെടുത്തി. പക്ഷേ അതിനു പിന്നിലെ ആപത്ത് ആരും തിരിച്ചറിഞ്ഞില്ല. മറുവശത്ത് നവ്യയെ കരുവാക്കി അനാമികയെ തന്റെ വളയത്തിലാക്കാൻ അഭി പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. അവളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കുടുംബം മൊത്തം കൈപ്പിടിയിലാക്കാം. അഭിയുടെ വാക്കുകൾ നവ്യ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്തു. പ്രവാട്ടിനെ കണ്ണു വെട്ടിച്ച് അനാമിക അച്ഛനെ വിളിച്ചു. അച്ഛാ, നമ്മുടെ പ്ലാനുകളെല്ലാം വിജയിച്ചു. ഞാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു. തന്നെയും കുടുംബത്തെയും വഴിയാധാരമാക്കിയ അവരോട് പ്രതികാരം ചെയ്യാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവൾ അച്ഛന് ഉറപ്പു നൽകി. സംസാരത്തിനിടയിലാണ് പെട്ടെന്ന് അവിടേക്കെത്തിയ ആദർശ് അവന്തികയുടെ സംഭാഷണത്തിൽ സംശയം തോന്നി ചോദിക്കുവാണ്. എന്നാൽ ആ സമയത്ത് അനാമിക പറയുകയാണ് തന്റെ കൂട്ടുകാരിയെ ആണ് വിളിച്ചതെന്ന്. കാര്യം തന്ത്രപൂർവം ആദർശിനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞിരുന്നു അനാമിക. അച്ഛന്റെ പുറത്താക്കലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദർശ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ അച്ഛൻ കമ്പനിയിൽ നടത്തിയ വലിയ സാമ്പത്തിക തിരിമറിയാണ് എല്ലാത്തിനും കാരണം. ബിസിനസ് തകർച്ചയുടെ വക്കിലെത്തിച്ച് തെറ്റുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നത്. നിർഭാഗ്യവശാൽ എന്റെ സഹോദരൻ അഭിയും അതേ പാതയിൽ തന്നെയാണ് പോകുന്നത്. ആ സമയത്ത് അനാമിക പറയുകയാണ്, ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഏട്ടാ എന്നിങ്ങനെ അവന്തിക പാവമായി പറയുകയാണ് ആദർശിനോട്. പക്ഷെ ആ വിനയത്തിന് പിന്നിൽ ആദർശിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള കെണിയാണ് അവൾ ഒരുക്കുന്നത്. ഇതാരും തിരിച്ചറിയുന്നില്ല. പക്ഷെ അവന്തികയുടെ വാക്കുകളിൽ വിശ്വസിച്ചു പോയ ആദർശാണെങ്കിൽ തറവാടിനെ നേർവഴിക്ക് നടത്താൻ അവന്തികയ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ചു. ഈ കളി മാറുന്നത് ഏട്ടൻ കണ്ടോ എന്ന് ആദർശിനോട് അനാമിക പറയുന്നുണ്ടായിരുന്നു. ഒരു ഇരട്ട മറുപടി നൽകുന്നുണ്ടായിരുന്നു അനാമിക. അത് അനന്തപുരി തറവാട്ടിന്റെ നാശത്തിനു വേണ്ടിയുള്ള സംസാര രീതിയായിരുന്നു അനാമികയുടേത്. മറുവശത്താണെങ്കിൽ മുത്തച്ഛൻ വലിയ ആശങ്കയിലായിരുന്നു. ജ്വല്ലറിയിൽ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. തങ്ങൾ പുറത്തിറക്കാൻ വെച്ചിരിക്കുന്ന പുതിയ ഡിസൈനുകൾ എല്ലാം ചോരുന്നു. തങ്ങളെ വെട്ടിച്ച് ജ്വല്ലറി ഒന്നാമതായെത്തി. സ്റ്റാഫുകളെ ആരെയും സംശയിക്കാനേ കഴിയുന്നില്ല. ബിസിനസ് തന്ത്രമാണോ അതോ വ്യക്തി വൈരാഗ്യമാണോ ഇതിനു പിന്നിലെന്ന് ആദർശ് മുത്തശ്ശനുമായി തർക്കിച്ചു. ഇഷ്ടപ്പെട്ട പ്രതാപം താൻ തിരിച്ചു പിടിക്കുമെന്നും മുത്തശ്ശന് ആദർശ് ഉറപ്പു നൽകുമ്പോൾ പറഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ട അവന്തിക ചിരിച്ചു. അധികം വൈകാതെ ഈ സാമ്രാജ്യം തന്റെ അച്ഛന്റെ കയ്യിലേക്ക് എത്തും
അവൾക്ക് അത്രമേൽ ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാരിയെ കാണാനെന്ന വ്യാജേനെ അവന്തിക പുറത്തുപോയി. അതേസമയം തന്റെ സുഹൃത്തിനെ കാണാൻ മുത്തശ്ശനും നഗരത്തിലെ ഒരു പ്രമുഖ റെസിഡൻസിയിൽ എത്തുകയായിരുന്നു. ഇവിടെ കണ്ട കാഴ്ച മുത്തശ്ശനെ ശരിക്കും തളർത്തി. ആരും അറിയാതെ രഹസ്യ ഇടപാടുകൾ നടത്താനായി അവിടേക്കെത്തിയ അവന്തികയെ കണ്ടതും മുത്തശ്ശൻ ഞെട്ടിത്തെറിച്ചു. തങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ച അവന്തിക സ്നേഹനിധിയായ കൊച്ചുമകൾ മറ്റൊരു മുഖമാണോ ഇതെന്ന് മുത്തശ്ശന് സംശയം തോന്നുന്നു. അവിടെ സുഹൃത്തിനെ തേടിയെത്തിയ മുത്തശ്ശൻ കണ്ടത് തന്റെ സ്വന്തം പേരമകൾ അവന്തിക വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയ തന്റെ മുഖ്യ ശത്രുവായ BM ജ്വല്ലറിയുടെ ഡേവിഡിന്റെയും കൂടെ ചർച്ചയിലായിരുന്നു അവർ. കണ്ടതും മുത്തശ്ശനാകെ ഞെട്ടിത്തെറിച്ച് തകർന്നു നിൽക്കുകയാണ്. അവൾ ശത്രുക്കളുമായി കൈകോർത്ത് തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് മുത്തശ്ശനെ വല്ലാതെ തകർത്തു കളഞ്ഞു. തുടർന്ന് വിവരങ്ങളെല്ലാം മുത്തശ്ശന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. അവന്തികയും അച്ഛനും ഡേവിഡും ചേർന്ന് ദിവസങ്ങളായി അവിടെ ഗൂഢാലോചനയിലായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകാരണം മുത്തശ്ശന് സൈലന്റ് അറ്റാക്ക് വരെ സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷം മുത്തശ്ശൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സത്യങ്ങളെല്ലാം പറയുകയാണ്. ആദർശ്, നമ്മളെ ചതിക്കുന്നത് പുറത്തുള്ളവരല്ലടാ, അകത്തുള്ളവരാ. അവൾ അവന്തിക തന്നെയാ. അവളുടെ അച്ഛൻ ഡേവിഡുമായി ചേർന്ന് അനന്തപുരിയുടെ അടിവേര് ഇറക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ രഹസ്യങ്ങൾ പുറത്തുന്നത്, ഈ തകർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതും അവരാണ്. ഒക്കെ കേൾക്കുന്നതും ആദർശും അബിയും മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ശൈലജയും അബിയും ഇതിൽ പങ്കാളികളാണോ എന്നും അവർ സംശയിച്ചു. ഓരോ ദിവസവും ജ്വല്ലറിയുടെ ലാഭവും തറവാടിന്റെ സ്വത്തുക്കളും ഓരോന്നായി അവരുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരുന്നു. ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മൾ അത്രയേറെ വിശ്വസിച്ച അവന്തിക തന്നെയാണ് കാരണക്കാരി എന്ന് സത്യം എല്ലാവരും അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും ജ്വല്ലറിയുടെ ലാഭവും തറവാടിന്റെ സ്വത്തും അങ്ങനെ ഓരോന്നായി അവരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിച്ചവർ തങ്ങളെ ചതിച്ചപ്പോൾ ചടിക്കാൻ പോലും ആവാതെ അനന്തപുരി സാമ്രാജ്യം ധനത്തിന്റെ വക്കീലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവന്തികയുടെ കൈകളെല്ലാം ആദർശ് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അറിയാതെ തന്നെ അവളെ വീഴ്ത്താനുള്ള കെണി നമ്മുടെ ആദർശ് ഇറക്കുകയാണ്. ഒന്നും അറിയാതെ പാവമായി അഭിനയിച്ച് കമ്പനിയുടെ ചില വ്യാജ അങ്ങനെ അവന്തികയുടെ ഈ കളികളെല്ലാം ആദർശ് തിരിച്ചറിഞ്ഞപ്പോൾ അറിയാതെ തന്നെ അവളെ വീഴ്ത്താനുള്ള കെണികൾ ആദർശ് ഒരുക്കുകയാണ്. ഒന്നും അറിയാതെ പാവമായി അഭിനയിച്ച് കമ്പനിയുടെ വ്യാജ പ്ലാനുകളിൽ അവർ അവൾക്ക് മുന്നിൽ വിശ്വസിച്ച് ആ പ്ലാനുകളിൽ എല്ലാം വീഴുന്നു എന്ന് കരുതി അവന്തിക സമയം കളയാതെ ആ വിവരങ്ങളെല്ലാം തന്റെ അച്ഛന് കൈമാറി. ഇനി ആദർശ് നൽകിയ തെറ്റായ വിവരങ്ങൾ വെച്ച് AN ജ്വല്ലറി തങ്ങളുടെ പുതിയ കളക്ഷൻ വിപണിയിൽ ഇറക്കി. എന്നാൽ പത്രസമ്മേളനത്തിൽ ആദർശ് നൽകിയത് തികച്ചും വ്യത്യസ്തമായ പ്ലാനുകളായിരുന്നു. താൻ നൽകിയ പ്ലാനുകൾ എല്ലാം മാറിപ്പോയി എന്ന് പകച്ചു നിൽക്കുന്ന ആദർശ് അവന്തികയോട് പറഞ്ഞു, ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ ഇത് ബിസിനസ് അല്ല മോളെ എന്ന് ആദർശ് പറഞ്ഞു. ഓരോ ചുവടുകളിലും ആദർശ് അനാമികയെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ പ്രതാപം വീണ്ടും ആദർശ് പൊടിതട്ടി എടുക്കുകയാണ്. ഒടുവിൽ അനന്തപുരി തറവാട്ടിൽ മുഴുവൻ അംഗങ്ങളെയും സാക്ഷി നിർത്തി അവന്തികയുടെ തെളിവുകൾ ആദർശ് പുറത്തുവിട്ടു. വിദേശത്തു നിന്ന് വന്ന ആ വരവ് വെറും വ്യാജമായിരുന്നു എന്നും അവൾ നമ്മുടെ ശത്രുവാണെന്നും അവൾ നമ്മുടെ ശത്രുക്കളായ AN ജ്വല്ലറി ചാരപ്പണിക്ക് വേണ്ടിയാണ് വന്നതെന്നും ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ അവരുടെ പുറത്താക്കപ്പെട്ട അച്ഛനായിരുന്നുവെന്നും ഉള്ള സത്യങ്ങളെല്ലാം തറവാട്ടിനെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ അനന്തപുരി തറവാടിനെ തകർക്കാൻ മോഹിച്ചെത്തിയ അവന്തികയ്ക്ക് ആ കുടുംബത്തിനു മുന്നിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തോറ്റുമടങ്ങാനായിരുന്നു അവളുടെ വിധി. അവന്തികയുടെ അബിയുടെയും കള്ളത്തരങ്ങൾ എല്ലാം കൈയോടെ പിടികൂടിയോടെ കാര്യങ്ങൾ ആകെ മാറി. ആദർശ് വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു. ആദർശ് കൃത്യമായി തന്നെ എത്തിവെച്ച പ്ലാനിൽ സംഘം അക്ഷരാർത്ഥത്തിൽ തന്നെ കുടുങ്ങിപ്പോയി. അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ കിട്ടി. അങ്ങനെ കമ്പനിയിൽ തട്ടിപ്പ് നടത്തിയതിന് അബിയെ പോലീസ് വീട്ടിൽ വന്ന് വെച്ച് കൊണ്ടുപോയി. ശൈലജ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ആദർശോ മുത്തശ്ശനോ മനസ്സലിഞ്ഞില്ല. മകനെയോർത്തും കുടുംബത്തെയോർത്തും തന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയ ശൈലജയോട് എല്ലാവരും ചേർന്ന് പുറത്താക്കി. താമസിക്കാൻ ഇടമില്ലാതെ ശൈലജ അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. വലിയ ബിസിനസ് സാമ്രാജ്യം സ്വപ്നം കണ്ട അങ്ങനെ എല്ലാ തന്ത്രങ്ങളും പാളിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തായതോടെ അവൾക്കും അച്ഛനും ജയിലിലേക്ക് പോകേണ്ടി വന്നു. ആർക്കും വേണ്ടാത്തവളായി അവന്തിക ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ പണി കൊടുത്തവർക്കെല്ലാം ജയിലിലേക്കായി സ്ഥാനങ്ങൾ. അനന്തപുരിയിലെ പ്രശ്നങ്ങൾ എല്ലാം തീർന്നു. പഴയ സന്തോഷം തിരിച്ചു വന്നു. കുടുംബം തകർക്കാൻ നടന്നവർക്ക് 8ന്റെ പണി തന്നെയായിരുന്നു ഇത്. അങ്ങനെ 8ന്റെ പണി തന്നെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു.